ചേച്ചി കേൾക്കാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ ആൻറ്റിയാ, കൊച്ചിൻ്റെ ആൻറ്റിയാ, നില ആൻറ്റി. ആരാ ഇത്? അന്നമ്മ പൊന്ന. പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന്റെ പരാതി ജിമ്മിക്കും പിതാവിനുമെതിരെ മാത്രമായിരുന്നില്ല, ജിമ്മിയുടെ അമ്മയ്ക്കും ജിമ്മിയുടെ സഹോദരിക്കുമെതിരെയാണ് പ്രധാനമായും പരാതി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തക്ക തരത്തിലുള്ള ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒടുവിൽ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിയിട്ട ഘാതകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തത് മൊത്തം ഘാതകരെ ഒന്നുമല്ല, 2 എണ്ണത്തിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള ജിമ്മിയും അവൻ്റെ അച്ഛനായിട്ടുള്ള ജോസഫിനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അറസ്റ്റ് ചെയ്യാനായിട്ട് 2 പേരൂടെ ഉണ്ട് ബാക്കി. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ തള്ളയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു മകളും. ഇവർ 2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പോലീസ് ഇത്ര പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ നിവാസികളെല്ലാം കൂടെ സമരം ചെയ്തു. അവരൊരു ജനപ്രക്ഷോഭം തന്നെ അവിടെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇത് ഒരു പോലീസിന് നിക്കക്കണ്ണി ഇല്ലാതാണ് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചത്. അത് മാത്രവുമല്ല, ഈ പറയുന്ന ഈ ജിസ്മോളുടെ അച്ഛനും സഹോദരനും മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? പോലീസിന് ഈ പറയുന്ന തന്തയും ജിമ്മിയെയും അമ്മയൊക്കെ ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചു. ഇത്രയും ദിവസമായിട്ട് ഇവരെ ഈ മെല്ലെപ്പോക്കായിരുന്നു. ഇപ്പോൾ എന്തുമായാലും ആ മെല്ലപ്പോക്ക് വിട്ടിട്ട് ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഇവരുടെ ഫോണിൽ നിന്ന് നിർണായകമായിട്ടുള്ള തെളിവുകൾ കിട്ടി. 3 ഫോണിൽ നിന്നുമാണ് ഈ പറയുന്ന ജിസ്മോള് ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഈ പറയുന്ന ഫോണിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരെ 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വാർത്ത നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇനി ഇവന്മാർ പൊടിതട്ടിയൊക്കെ ഇറങ്ങി വരും, അത് വേറൊരു വിഷയം. ഇവർക്കിതൊന്നും വിഷയമില്ല, കാരണം ചിക്കിലി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിതൊന്നും വിഷയമല്ല. പക്ഷേ ആ ഓക്സിജൻ തള്ളയും കൂടെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് നമുക്കും ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് ആ തള്ളയെ മാത്രം അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം നമുക്കും ഉന്നയിക്കാനായിട്ടുണ്ട്. എന്തായാലും വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറ്റുമാനൂർ നേരിക്കാട് ഹൈക്കോടതി അഭിഭാഷക പെൺമക്കളുമായി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിൽ. നേരിക്കാട് സ്വദേശി ജിമ്മിയും പിതാവ് ജോസഫുമാണ് അറസ്റ്റിലായത്. ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതികൾക്കെതിരെയുള്ള നിർണായക തെളിവുകൾ കിട്ടിയതോടെയാണ് നടപടി. അനീറ്റ സെബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകും. അനീറ്റ, ഈ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായതല്ലേ? ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് രഞ്ജിനി നിർണായകമായിരിക്കുന്നത്. 3 ഫോണുകളാണ് ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചിരുന്നത്. ഈ 3 ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ശക്തമായ തെളിവുകൾ ലഭിച്ചത്. മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങളുടെയും ഗാർഹിക പീഡനത്തിന്റെയും ഒക്കെ ശക്തമായ ശബ്ദ സംഭാഷണങ്ങളാണ് തെളിവുകളായിരിക്കുന്നത്. ഇതിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിമ്മിയെയും പിതാവ് ജോസഫിനെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന പൂർത്തിയാക്കി മറ്റ് പോലീസ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ പരാതിയുമായിരുന്നു ജിസ്മോളുടെ കുടുംബം മുന്നോട്ട് പോരുന്ന. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതികളെ എല്ലാം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരങ്ങളും നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് പോലീസിന്റെ നടപടി. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബത്തിന്റെ പരാതി ജിമ്മിക്കും പിതാവിനുമെതിരെ മാത്രമായിരുന്നില്ല, ജിമ്മിയുടെ അമ്മയ്ക്കും ജിമ്മിയുടെ സഹോദരിക്കുമെതിരെയാണ് പ്രധാനമായും പരാതി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തക്ക തരത്തിലുള്ള ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിന്റെ പക്ഷം. ഇക്കാര്യത്തിൽ ആ ഭാഗങ്ങളിലേക്കുമൊക്കെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. തെളിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ജിസ്മോളും മക്കളായ 5 വയസ്സുകാരി നേഹയും 2 വയസ്സുകാരി നോറയും മരണപ്പെട്ട കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 എണ്ണത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നാറുകളെ കുറച്ച് നാൾ അവിടെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് പുറത്ത് വിട്ടാൽ മതി. ഇവർക്ക് വേണ്ട ശിക്ഷ കിട്ടണം. അല്ല ഇപ്പം തന്നെ അങ്ങോട്ട് ജാമ്യം കൊടുത്ത് ഇവരെ പറഞ്ഞു വിടരുത്. ഇവർക്കറിയാം തെളിവ് നശിപ്പിക്കും. ഇതിനോടകം തന്നെ എന്തൊക്കെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ആർക്കറിയാം. എന്തായാലും പോലീസ് ഈ ഫോൺ പരിശോധിച്ചതോടുകൂടി തന്നെയാണ് ഈ പറയുന്ന ജിസ്മോൾക്ക് ഇവരുടെ വീട്ടിൽ നിന്നും ഗാർഹികമായിട്ടുള്ള പീഡനം ഏറ്റിട്ടുണ്ടെന്നുള്ള ഒരു തെളിവ് കിട്ടിയത്. നിർണായകമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തത്. ഈ പറയുന്ന തള്ളയും കൊണ്ട്, ഈ ഓക്സിജൻ തള്ളയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന കാരണവരാണ് ആ വീട്ടിൽ നിന്ന് ലാസ്റ്റിൽ ഇറങ്ങി വരുന്നത് എന്ന് ഈ പറയുന്ന അവരുടെ വീട്ടിൽ ജോലി ചെയ്ത വേലക്കാരി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിസ്മോളുടെ അച്ഛനും സഹോദരങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെ വീഡിയോ ഇടുന്നവരും പ്രേക്ഷകരും എല്ലാവരും കൂടെ മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു 2 എണ്ണത്തിനെ പിടിച്ച് പൊക്കി അറസ്റ്റ് ചെയ്തത്. ഇല്ല എങ്കിൽ ഇത് അങ്ങനെ തന്നെ ആയിപ്പോയേനെ. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ അകത്ത് ജിസ്മോളിൽ വന്ന ആ സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് ഒരു ഡിവൈഡറിലെ ആ റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു അതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് താഴോട്ട് പോയത്. എങ്ങനെ പോകാൻ പറ്റും? അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെ ജമ്പ് ചെയ്ത് ആ കൊച്ചു പോയി കൈയൊക്കെ മുറിച്ചിട്ട്?
അപ്പോൾ തന്നെ അതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ? ഇതൊക്കെ പോലീസ് പരിശോധിക്കണം. അത് ഏത് മനുഷ്യനായാലും ഒരു സാധാരണപ്പെട്ടവർ കാണുമ്പോഴേ അത് സംശയമായിട്ട് തോന്നുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് 2 കൊച്ചുങ്ങളെയും കൊണ്ട് ഈ ജിസ്മോള് അതിനെ താണ്ടി അപ്പുറത്ത് പോയി ജമ്പ് ചെയ്യണം ഈ പറയുന്ന ഈ ആറ്റിലോട്ട്? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ കണ്ടോ ഇത്? വളരെ വ്യക്തമല്ലേ? ആ സ്കൂട്ടർ ഇരിക്കുന്ന സ്കൂട്ടറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ആ ഒരു ഇതുണ്ട്, ആ ഒരു ഡിവൈഡർ പോലത്തെ സാധനമുണ്ട്. അതും കവർ ചെയ്തിട്ടാണ് താഴെ പോയി കൊച്ചി ചാടിയെന്നാണ് പറയണേ. അപ്പോൾ ഇതൊക്കെ ഒരു സംശയമായിട്ട് നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും CCTVയോ ദൃശ്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്തുമായാലും ഇപ്പോൾ ഫോണുകളുടെ അടിസ്ഥാനത്തിൽ ഫോണുകളുടെ പരിശോധനാ ഫലമായിട്ട് ഇപ്പോൾ 2 എണ്ണത്തിനെയും കൂടെ പൊക്കി അകത്തിട്ടിട്ടുണ്ട്. ഇനി എന്താകുമോ ഒന്നും നമുക്കറിയത്തില്ല. ഇവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമോ എന്നുള്ളതും അറിയത്തില്ല. പുറത്തിറങ്ങാനാണ് സാധ്യത. കാരണം ഇവൻ ഇഷ്ടം പോലുണ്ട്, ജുക്കാൻ ഇഷ്ടം പോലെ. ഇവരുടെ കയ്യിൽ ഗുലാനുള്ളിടത്തോളം കാലം ഇവർ വെളിയിലിറങ്ങും. പിന്നെ ഈ ഓക്സിജൻ തള്ളയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉണ്ട് കേട്ടോ. കാരണം ആ തള്ളയുടെ നല്ല പീഡനമായിരുന്നു ഈ കൊച്ചിനോട്. അതിനെയും പൊക്കി അറസ്റ്റ് ചെയ്യണം. അത് വലിയ നിറത്തിൻ്റെ പേരിലൊക്കെ വലിയ അധിക്ഷേപം നടത്തിയിട്ടുള്ള ഒരു പെണ്ണുമുളയാണ്. അപ്പോൾ അതിനെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നു പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.